ഗൾഫ് യുദ്ധത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കൂടിയായ മാമച്ചൻ ജോസഫ്. യുദ്ധകാലത്ത് അമേരിക്കൻ സേനയുടെ ഭാഗമായി സേവനമനുഷ്ഠിച്ച ഇദ്ദേഹം യുദ്ധാനുഭവങ്ങളുടെ നേർസാക്ഷി കൂടിയാണ്. മികച്ച സേവനത്തിന് അമേരിക്കൻ സേന നൽകിയ അംഗീകാരങ്ങളും ഇദ്ദേഹം തന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുക്കളോടൊപ്പം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. യുദ്ധങ്ങൾ എന്നും മനുഷ്യകുലത്തിന് സമ്മാനിച്ചിട്ടുള്ളത് ഭീതി നിറഞ്ഞ ഓർമ്മകൾ മാത്രമാണ്. ഇത്തരത്തിൽ 36 വർഷം മുൻപ് നടന്ന ഇറാഖ് കുവൈത്ത് യുദ്ധം, ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കേണ്ടി വന്ന മാമച്ചൻ ജോസഫ് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. പ്രമുഖ ഹോട്ടൽ ശൃംഖലയുടെ മധ്യപൂർവേഷ്യൻ പ്രതിനിധിയായി ജോലി ചെയ്യവേ ഇറാഖ് കുവൈറ്റ് യുദ്ധത്തെ നേരിൽ കണ്ട് അനുഭവിക്കേണ്ടി വന്ന ഇദ്ദേഹം അമേരിക്കൻ സേനയുടെ ഭാഗമായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഓർമ്മകൾക്ക് ഇന്നും യുദ്ധത്തിൻ്റെ ഗന്ധം. ഞാൻ 1990 കാലഘട്ടങ്ങളിൽ ഒബ്രോയി ഇൻ്റർനാഷണലിൻ്റെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് സൗദി അറേബ്യയിൽ വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ് അമേരിക്കൻ ഫോഴ്സിൻ്റെ ഒരു ഭാഗമായി എനിക്ക് വരുവാൻ സാധിച്ചത്. അവിടെ നിന്ന് എല്ലാവരും യുദ്ധഭീഷണി മൂലം നാട് വിട്ടപ്പോൾ ഞാനിവിടെ തുടരുകയായിരുന്നു. അങ്ങനെ വളരെ സെൻസിറ്റീവായിട്ട് ഏരിയ സദ്ദാം ഹുസൈൻ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കഡ് മിസൈൽ തുരുതര വിടുമ്പോൾ അന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ രക്ഷിച്ചത് ഞാൻ ഓർക്കുന്നു. അമേരിക്ക ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന പെട്രിയോട്ട് മിസൈലാണ്. അത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന പെട്രിയോട്ട് മിസൈൽ ഞങ്ങൾക്ക് ശരിക്കും കാണാമായിരുന്നു. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കഡ് മിസൈലും കൂടി വരുമ്പോൾ പേട്രിയോട്ട് പോയി കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നതും അവിടെ സ്ഫോടനത്തിനോട് അത് കടലിലോ മറ്റോ തെറിച്ചു വീഴുന്നതും നമുക്ക് കാണാമായിരുന്നു. അന്നൊക്കെ ഞങ്ങളൊക്കെ സത്യത്തിൽ മരിച്ചുപോയി എന്ന് വരെയാണ് ഇവിടെ കിട്ടിയ റിപ്പോർട്ട് ഉണ്ടായത്. ഇതിന് ശേഷം ഞങ്ങളുടെ സേവനത്തിന് ശേഷം ഞങ്ങൾക്ക് തന്ന അമേരിക്കൻ ആർമി തന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് ഞാനത് വളരെ പ്രേഷ്യസ് ആയിട്ട് ഞാൻ സൂക്ഷിക്കുകയാണ്. സേവനാനന്തരം അമേരിക്കൻ സേന നൽകിയ അംഗീകാരത്തെ ഇന്നും വിലപ്പെട്ട ഒന്നായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് ഇദ്ദേഹം. ഇന്ത്യയിൽ ഇത്തരമൊരു അംഗീകാരം പേറുന്ന മറ്റു വ്യക്തികളുണ്ടോ എന്നത് ഇന്നും ബാക്കി നിൽക്കുന്ന സംശയമാണ്. പശ്ചിമേഷ്യൻ യുദ്ധം ഒരു കനൽ പോലെ നീറിക്കൊണ്ടിരിക്കുമ്പോഴും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്നു മാത്രമാണ്: യുദ്ധത്തിൽ വിജയികളോ പരാജിതരോ ഇല്ല, എല്ലാവർക്കും നഷ്ടം തുല്യം. ക്യാമറമാൻ അനുജിത്തിനൊപ്പം മോഹൻ എബ്രഹാം, KCV ന്യൂസ്, കോതമംഗലം.